ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു പുരുഷന്മാരെ പറ്റിയാണ്. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കാണ് ഒരുപാട് നിയമങ്ങളിൽ സ്ഥാനമുള്ളത് അല്ലേ? എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ത്രീകൾക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അത് വീടുകളിലായാലും അല്ലെങ്കിൽ പുറത്തായാലും എല്ലാം സ്ത്രീകൾക്ക് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഹണി റോസിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെപ്പറ്റി രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞ് അതിനൊരു തുടക്കം കുറിക്കുന്നുണ്ട് എന്തായാലും. ഏതായാലും പുരുഷന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കണമെന്നല്ല. പക്ഷെ തെറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാർക്ക് ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും ഉണ്ട്. അവർ പറയുന്നതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഒരു പെണ്ണ് എന്നെ അവനിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നിയമവും ആൾക്കാരും എല്ലാം ഈ പെണ്ണിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ പുരുഷന്മാരുടെ പേരിലും വരുന്ന കേസുകളായാലും അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരു തരത്തിലും പലപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇപ്പോൾ വീടുകളിൽ തന്നെ ഭാര്യമാരെ പീഡിപ്പിച്ചു, ഭാര്യമാരെ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പോയി ഒരു കേസ് കൊടുക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നല്ലാതെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞതുകൊണ്ട് ആ പെണ്ണിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിയമം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുരുഷന്മാർക്ക് പേടി ആരോടെങ്കിലും മിണ്ടാനോ സംസാരിക്കാനോ. പുറമേ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായാലോ അല്ല ഒരു വഴിയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ ആ സമയത്ത് തന്നെ ഒരു പെണ്ണ് എന്നെ ഇവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെ തീർന്നു പുരുഷന്മാരുടെ കാര്യം. അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും പേടിയാണ് പെണ്ണുങ്ങളോട് എന്തെങ്കിലും ഒരു തർക്കത്തിന് നിൽക്കാനോ. ഒരു സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടതുപോലെയാണ് ചില പുരുഷന്മാർക്ക്. വീടുകളിലായാലും ഗൾഫിലൊക്കെ നിൽക്കുന്ന ഭർത്താക്കന്മാർ അവിടെ ജോലി ചെയ്യുമ്പോൾ അവരൊരു കുബൂസും അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ റൂമിൽ ജീവിതം നയിച്ചിട്ട് ഉള്ള പൈസ മുഴുവനും ഭാര്യമാരുടെ പേരിൽ അയച്ചു കൊടുക്കും. അവർ ഈ പിശുക്കൊന്നും കാണിക്കില്ല. എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അല്ല എൻ്റെ ഭർത്താവ് അവിടെ റൂമിൽ എങ്ങനെയാണ് അതൊന്നും അവർക്കറിയണ്ട. അവരിങ്ങനെ ലാവിഷ എല്ലാവരും അല്ല കേട്ടോ, ഞാൻ കാണുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും പല പല ഭാര്യമാരും നല്ലതുപോലെ മനസ്സിലാക്കി അതിൽ ജീവിക്കുന്നുണ്ട്. അല്ലാത്ത ചില ആൾക്കാരെ പറയുന്നത് അവരോരോ കല്യാണത്തിന് പോകുമ്പം കഴിഞ്ഞ കല്യാണത്തിനെടുത്ത സാരി ഉടുക്കില്ല, കഴിഞ്ഞ കല്യാണം അങ്ങനെ അവർ പിന്നെ കാറ് പിടിച്ചിട്ടേ പോവുള്ളൂ. കാരണം ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ, അവർക്ക് ഇട്ട് മൂടാനുള്ള സ്വർണം വാങ്ങിക്കണം. അപ്പോഴൊക്കെ ഈ സ്നേഹമുള്ള ഭർത്താക്കന്മാരോട് ഇങ്ങനെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ പലരോടും റൂംമേറ്റിനോടോ അല്ലെങ്കിൽ ഓഫീസിലുള്ള ആരോടെങ്കിലൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും അയച്ചു കൊടുക്കും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മുഴുവനും നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് തിരിച്ച് അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പ്രശ്നം വന്ന് നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ തിരിച്ച് ചില ഭാര്യമാരുടെ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഗൾഫിൽ നിന്നിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ സമയത്ത് തന്നെ മക്കളും ഭാര്യയൊക്കെ ഈ ഗൾഫിൽ ജോലി ചെയ്തവരെ കുറ്റപ്പെടുത്തി അവരെ ഒന്നും സഹായിക്കാതെയും മാറി നിർത്തുന്ന ചില നമ്മൾ കേട്ടിട്ടില്ലേ, പുറത്തിറക്കി വിട്ടു അല്ലെങ്കിൽ സ്വത്തും പണമൊക്കെ അടിച്ചെടുത്ത് അയാൾക്കൊരു നേരത്തെ ഭക്ഷണം വെച്ച് കൊടുക്കാൻ പോലും അവർ തയ്യാറല്ലാത്ത ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്നവരൊക്കെ ആവശ്യത്തിനുള്ള പണം മാത്രം വീട്ടിൽ അയച്ചു കൊടുത്തിട്ട് അവനവൻ്റെ പേരിൽ കുറച്ച് പൈസ ഇടണം എന്തായാലും. ഇപ്പോൾ കണ്ടുവരുന്നതാണ് കേട്ടോ, പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ സ്ത്രീകൾക്ക് ജോലി ഇല്ലെങ്കിലും നമ്മുടെ വീടിന് വേണ്ടി അധ്വാനിക്കുന്ന ആണുങ്ങളെ ഒരുപാട് ബഹുമാനമൊക്കെ കൊടുത്ത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവർക്കിഷ്ടമുള്ള ഭക്ഷണം വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ പണ്ടുള്ളവരൊക്കെ നോക്കാറുണ്ട്. ഇന്ന് അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, എന്നാൽ അവരെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കണം, ശരിയല്ലേ? ഇങ്ങനെയൊക്കെ നോക്കുന്ന അച്ഛന്മാർ മക്കളുടെ മുമ്പിൽ അത്ര വലിയ വിലയില്ല. പക്ഷേ അമ്മമാർക്ക്, അതിപ്പോൾ സമൂഹത്തിലിപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും ഒക്കെ മദേഴ്സ് ഡേ ആയാലും എല്ലാം അയ്യോ അമ്മമാർ 10 മാസം ചുമന്ന് പ്രസവിച്ച് ഇത്ര വരെ നോക്കി എന്തോ ഒരു വല്ലാത്തൊരു ഇമേജ്, എന്തോ ഒരു സംഭവം പോലെ അമ്മയെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർക്ക് ഇതൊന്നുമില്ലേ? ഈ ഭാര്യയ്ക്ക് പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി, അല്ല വീട്ടിൽ മറ്റാരും ഇല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വെച്ച്, ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവ വാർഡിൽ നിന്ന് ഇനി പ്രസവിച്ച് വന്നു കഴിഞ്ഞാലും ആരും സഹായത്തിനില്ല എങ്കിലും ഈ ഭാര്യയെ നോക്കി കുഞ്ഞിനെ നോക്കി ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അയ്യോ അമ്മ 10 മാസം ചുമന്ന് പ്രസവിച്ച് എൻ്റെ അമ്മ ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് അമ്മയെ ഒരുപാട് ഉയർത്തി വെച്ചിട്ട് അച്ഛന്മാരെ അങ്ങനെ ഒരുപാട് സ്ഥാനം കൊടുക്കാത്ത കുടുംബങ്ങളും ഉണ്ട്. കുടുംബങ്ങളെന്നല്ല, സമൂഹത്തിൽ പൊതുവായിട്ട് നമ്മൾ കാണുന്നത്
അങ്ങനെയല്ലേ? പക്ഷേ അതിനേക്കാളെല്ലാം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി അല്ലേ വീട് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പുരുഷൻ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് പീഡനം. ഇപ്പോൾ പീഡനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് വസ്ത്രധാരണം. പെൺകുട്ടികൾ അടക്കമില്ലാത്ത വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ഒരു പുരുഷൻ പീഡിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. ഒരു പരിധിവരെ അങ്ങനെ ഉണ്ടെങ്കിലും അത് ശരിയല്ല. പക്ഷേ അത് പറയുന്നത് ജനിച്ചു വീണ കുഞ്ഞിനെയും പ്രായമായ സ്ത്രീകളെയും പീഡിപ്പിക്കുന്നത് വസ്ത്രധാരണം കണ്ടിട്ടാണോ? അല്ല ഒരു പർദ്ദയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ നോക്കിയത് ഇത് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരെല്ലാം നല്ലൊരു രീതിയിലുള്ള പുരുഷന്മാരല്ല അങ്ങനെ ജനിച്ചു വീണ കുഞ്ഞിനെയും അല്ല ഇത്രയും പ്രായമുള്ള സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്നത്. അവരൊരു തരം ഒരു മാനസിക വിഭ്രാന്തിയോ അല്ല വളരെ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഒരുപാട് ആൾക്കാരില്ലല്ലോ. അത് അങ്ങനെ പറയുമ്പോൾ ആ കാറ്റഗറിയിൽ സ്ത്രീകളുണ്ട്. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലല്ലോ. ലഹരി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തിയോ അല്ല മറ്റെന്തൊക്കെയോ കാരണം കൊണ്ട് കുട്ടികളെ എറിഞ്ഞു കൊല്ലുന്നു, കുട്ടികളെ ഒളിപ്പിക്കുന്നു, പ്രസവിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ നിന്ന് താഴെ എറിഞ്ഞു കൊല്ലുന്നു. ഇതൊക്കെ സ്ത്രീകളും ചെയ്യുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർ ചെയ്യുന്നത് മാത്രം ഉയർത്തിക്കാട്ടുന്നുണ്ട് നമ്മളെ സമൂഹത്തിൽ, അല്ലേ? പുരുഷന്മാരെ നമ്മൾ സ്നേഹിക്കണം. ഒരുപാട് മക്കളായാലും ഭാര്യ ആയാലും എല്ലാവരും സ്നേഹിക്കണം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ അച്ഛന്മാർ ഫോൺ വിളിക്കുമ്പോൾ പലപ്പോഴും എനിക്കറിയാവുന്ന പല കുടുംബത്തിലുണ്ട്. മക്കൾ ചിലപ്പോൾ ഫോണിൽ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ടി വി കാണുമായിരിക്കും. അച്ഛൻ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് ഓടി വന്ന് അച്ഛനോടൊന്ന് സംസാരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേരമില്ല. ചിലപ്പം ഭാര്യമാർക്ക് പോലും അയ്യോ വിളിക്കുന്നുണ്ട് എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഭർത്താക്കന്മാർ ഗൾഫിലാവുമ്പോൾ ഫോൺ പോലും ഇല്ല. അപ്പോൾ ഒരു 10-15 ദിവസത്തെ കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാലങ്ങളുണ്ടായി. ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ വീഡിയോ കോൾ പോലും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊന്നും ഒരു വിലയില്ലാതായി മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പീഡനം പറയുന്നത് ഇത് ആൾ പീഡിപ്പിച്ചതാണ്, അല്ല എങ്കിൽ ഇത് എന്താ പോക്സോ കേസൊക്കെ വരുന്ന പറയുന്നില്ലേ? ഇതൊക്കെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി അവരുടെ ഇഷ്ടത്തിന് അവരെവിടെയെങ്കിലും പോയി ജീവിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അത് പെൺകുട്ടിയുടെയും കൂടെ സമ്മതം, പെൺകുട്ടിയായാലും പെണ്ണുങ്ങളായാലും ആരായാലും അവരുടെ സമ്മതത്തോടു കൂടി ഒരു പുരുഷൻ്റെ ഒപ്പം നിന്നിട്ട് അവരോടെന്തെങ്കിലും ദേഷ്യം വരുമ്പോഴോ അല്ല അവർ ചോദിച്ച പൈസ കിട്ടാതാവുമ്പോഴോ അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോഴും അത് ഏത് എന്നറിയാതെ കൊട്ടിഘോഷിച്ച് അവനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പെണ്ണിൻ്റെ മുഖം ബ്ലർ ചെയ്ത് ആണിൻ്റെ മുഖം തുറന്ന് കാണിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? ഏതായാലും പെണ്ണുങ്ങളെ പോലെ തന്നെ ആണുങ്ങൾക്കും വീട്ടുകാരുണ്ട്, ആണുങ്ങൾക്കും മനസ്സാക്ഷിയുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ കുറേ കരഞ്ഞു തീർക്കും. ആണുങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും കരയൂല. അത്രത്തോളം മാനസിക പ്രശ്നം വന്നാലേ അവർ കരയുള്ളൂ. പെണ്ണുങ്ങൾ ഒന്നിനൊന്നിനിരുന്ന് കരയുമ്പോൾ അവർക്ക് കുറേ സങ്കടങ്ങൾ തീരും. അതുപോലെ ഓരോ വീടുകളിലും പുറംലോകം അറിയാതെ ഓരോ വീടുകളിലും ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്, സമൂഹത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്നത് പലതും നമ്മളത് പ്രത്യേകിച്ചത് അത് പുരുഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ പലരും കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് അത് അറിഞ്ഞതിന് ശേഷം മാത്രം പുരുഷൻ്റെ ഈ മുഖം തുറന്ന് സമൂഹത്തിൽ കാണിക്കാൻ പാടുള്ളൂ, അല്ലേ? ഏതായാലും എന്നെ അവൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും സ്നേഹിച്ച് കുറച്ചു കാലം അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ അവനോട് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഞാനിതാ എന്നെ പീഡിപ്പിച്ചതാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പുരുഷൻ്റെ പേരിൽ കേസായി. എന്നാൽ രണ്ടുപേരെയും കൂടി ശിക്ഷിക്കണം, അല്ലേ? രണ്ടുപേരും കൂടിയല്ലേ ചെയ്തത്. അല്ലാതെ നമ്മൾ കാണുന്ന ആ സ്പോട്ടിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ കടന്നു വന്നിട്ടോ റോഡിൽ പിടിച്ച് ആ പീഡനമല്ല ഞാൻ പറയുന്നത്. അതുപോലെ തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് വേണം ഏത് കാര്യത്തിനും കുറ്റപ്പെടുത്താൻ. ശരിയല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്?